2026 നമ്മൾ ഇന്ത്യൻ സിനിമയിൽ ഒരുപാട് ഹിറ്റുകൾ പിറന്നു. എനിക്കിഷ്ടപ്പെട്ട 5 സിനിമകളാണ്. നിങ്ങളിത് കഴിയുമ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട 5 സിനിമകൾ ഈ വർഷം കണ്ടതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 5 സിനിമകൾ പറയും. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അടുപ്പിച്ചടുപ്പിച്ച് ഒരുപാട് സീക്വൽ ഇറങ്ങിയ വർഷമാണ്. ദുരന്തർ 2 ഇറങ്ങി, ആടിറങ്ങി, വാഴ ഇറങ്ങി, മോഹിനിയാട്ടം ഇറങ്ങി, ദൃശ്യം ഇറങ്ങി. അന്നേരം ഇങ്ങനെ സെക്കൻഡ് പാർട്ടുകളും തേർഡ് പാർട്ടുകളും ഒക്കെ ഇറങ്ങുന്ന ഒരുപാട് ഇറങ്ങിയതാണ്. അന്നേരം അങ്ങനൊരു വർഷം കൂടിയാണ് ഈ വർഷം. എനിക്ക് 5ാം സ്ഥാനം കൊടുക്കാൻ തോന്നിയത് മധുവിധു എന്ന് പറഞ്ഞ സിനിമ. എനിക്ക് ഈ സിനിമ തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല. എല്ലാ സിനിമകളും കാണുന്നത്, പക്ഷേ ഇത് കാണാൻ പറ്റിയില്ല. ഷറഫുദ്ദീനും ജഗദീഷും ഈ പറഞ്ഞ പോലെ അസീസും ഒക്കെ അടിപൊളിയാക്കിയ സിനിമ. സായികുമാർ ഇവരെല്ലാം ഒരു കൊച്ചു സിനിമ കേട്ടോ, കൊച്ചു സിനിമ. ഇത് ഒറ്റ കാണാത്തൊരു കാണുകയും വേണം നിർബന്ധമായിട്ട്. നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. നല്ലപോലെ ഹ്യൂമർ, ഡാർക്ക് ഹ്യൂമറായിട്ട് നല്ലപോലെ വർക്കൗട്ട് ആയിട്ടുണ്ട്. നൈസ് പടം, 2 മണിക്കൂറേ ഉള്ളൂ. ഇതാണ് നമ്മുടെ 5ാം സ്ഥാനം. 4ാം സ്ഥാനം ബ്ലാസ്റ്റാണ്. ഞാൻ കണ്ട് ഞെട്ടിപ്പോയ ഈ വർഷത്തെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞെട്ടിപ്പോയ പടം. തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഗംഭീര പടം. ആക്ഷൻ കിങ് അർജുൻ്റെ അതിഗംഭീരമായ തിരിച്ചുവരവ്, ഗംഭീര സംവിധാനം, അതുപോലെ തന്നെ അഭിരാമിയായാലും പ്രീതി മുകുന്ദനായാലും എല്ലാം സൂപ്പർ. ഒരു രക്ഷയില്ലാത്ത പടം, കിടുകാച്ചി പടം. ഇതാണ് നമ്മുടെ 4ാം സ്ഥാനം. ഇനി 3ാം സ്ഥാനം വാഴ 2. വാഴ 2 ഈ പറഞ്ഞ പോലെ എല്ലാ ആൾക്കാർക്കും ഒരുമാതിരി ചിരിച്ച് രസമായിട്ട് പോകാൻ പറ്റുന്ന സിനിമ. ഹാഷിറും ടീബും തൂക്കിയ ഒരു സിനിമ. 200 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത സിനിമ. റെക്കോർഡ് മലയാള സിനിമയിലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് റെക്കോർഡ് നേടിയ സിനിമ. ഇങ്ങനെ ഒരുപാട് റെക്കോർഡുകൾ കടപുഴകിയ സിനിമ തന്നെയാണ് വാഴ 2. അതാണ് നമ്മുടെ 3ാം സ്ഥാനത്തുള്ളത്. 2ാം സ്ഥാനത്ത് നമുക്ക് വരുന്നത് ദുരന്തർ 2 ആണ്. ചില സിനിമകളേ ഉള്ളൂ 1-നേക്കാട്ടിൽ ഒരു 10 അടി മണ്ടയ്ക്ക് ഇരിക്കുന്നത്. എനിക്ക് ദുരന്തർ 2 അതുപോലെ ഇഷ്ടപ്പെട്ടു. ഗംഭീര മേക്കിംഗ് കൊണ്ട് ഒരു രക്ഷയില്ല. ആദിത്യർ എന്ന് പറഞ്ഞ സംവിധാനം നമിക്കണം. അടിപൊളിയായിട്ട് മേക്കുന്നത്. എല്ലാവരും സൂപ്പർ, അഭിനയിച്ചേക്കുന്ന എല്ലാവരും സൂപ്പറായിട്ടുള്ള സിനിമ. തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ദുരന്തർ 2. നമ്പർ 1 എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വർഷത്തെ ഇറങ്ങിയ എന്നെ ഞെട്ടിച്ചൊരു സിനിമ മോഹിനിയാട്ടമാണ്. എനിക്ക് തോന്നുന്നു ദൃശ്യത്തെക്കാട്ടി ത്രില്ലടിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും നല്ല കണക്റ്റഡായിട്ട് എന്ത് രസമായിട്ട് എല്ലാവരും അഭിനയിച്ചൊരു സിനിമ. ഭരതനാട്യത്തിൻ്റെ 2ാം പാർട്ടാണ്. മോഹിനിയാട്ടം തിയേറ്ററിൽ ഞാൻ കണ്ടു. ഭയങ്കരമായിട്ട് ഡാർക്ക് ഹ്യൂമർ ഇത്രയും സൂപ്പറായ സിനിമയില്ല. ദൃശ്യവും അതുപോലെ തന്നെ ആടും പേട്രിയോട്ടും ഒക്കെ നമ്മുടെ ലിസ്റ്റിലുണ്ടെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട 5 സിനിമകളാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 5 സിനിമകളുടെ ലിസ്റ്റും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ട് രേഖപ്പെടുത്തുക.